എവർഗ്രീൻ ഹിറ്റ്സ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. മധുവങ്കളുടെ അരേ ഗൗതം എത്താണ്. വിളിക്കട്ടെ? വിളിക്കൂ. എന്നാ മധുവങ്കൾ ഒന്ന് വിളിച്ചേ. എങ്ങനെ? അതെ. അരേ ഗൗതം. അരേ മധു അങ്കിൾ. ഹായ് ഗൗതമി കുട്ടി. ഹായ് ഗൗതമി കുട്ടി. ഹായ് ബിന്നി മാം. ഹായ് അഞ്ജു അങ്കിൾ. ഈ കളറിന്റെ പേരെന്താ? പർപ്പിൾ. എനിക്ക് സെയിം ഇതേപോലത്തെ ഡ്രസ് ഉണ്ട് മോളെ. സാരിയാണോ? അല്ല, ചുരിദാർ. ഓ ചുരിദാർ. ഞാൻ സാരി അങ്ങനെയൊന്നും ഉടുക്കാറില്ല. എന്താ വെച്ചാ ഇവിടെ വരുമ്പോഴേ സാരി എടുക്കാം. ഇവിടെ കച്ചേരിക്ക് വരുമ്പോഴാണ് മാത്രമേ ഇടത്തെ സൈഡിലുള്ള ഒരു വലിയ കാണാൻ പറ്റത്തില്ല വീടിന്റെ ആ. വലിയൊരു മതിലുണ്ട്. ആ. ആ ഒരു സ്വിച്ച് ഞാൻ പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു സ്വിച്ച് ഇങ്ങനെ വളരെ ആരും കാണാത്ത ഒരു സ്ഥലത്ത് കാണും. അവിടെ പോയി ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് ഇത് തുറക്കും. ലോക്കറൊക്കെ തുറക്കുന്ന ഈ മതില് മാറും. ഇത് തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ കാഞ്ചീപുരം, ഒരു സൈഡിൽ എന്താണ് ഹൈദരാബാദിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ, ബനാറസി, ബനാറസ് പോലും പിന്നെ അങ്ങനെ പാലും പഴം. ഇവിടുന്ന് ഒരു സാധനം വരും, ഒരു ഏണി പോലെ ഒരു സാധനം. ഓ, എന്നിട്ട് അതിൽ ലിഫ്റ്റാണ്. ഓ ഓ. അതിൽ നിന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് അപ്പൊ സെക്കൻഡ് ഫ്ലോറിൽ അലമാരിയിലേക്ക് പോകും. അവിടെ എന്റെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് പിന്നെ അത് അടച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഒരു സൈഡ് ഞെക്കി വെക്കും. അപ്പോഴേ അത് പോകും. പോകുമ്പോഴത്തേക്ക് ചെരുപ്പുകളാണ്, ചെരുപ്പുകളുടെ ചെരുപ്പുകളുടെ ശേഖരം. പിന്നെ അത് എടുത്ത് താഴെ വെച്ച് അപ്പൊ താഴെ കൃഷ്ണൻ നിൽക്കും ഇതെല്ലാം വാങ്ങിക്കാൻ. അപ്പൊ എം ജി ഈ നമ്മുടെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽസിനെ കഴിഞ്ഞൊക്കെ വലിയ അവിടെ ഒന്നുമില്ല, വെറും ഒരു ഹാളാണ്. ഓ ആ ടെക്സ്റ്റൈൽസ് തോറ്റു. പിന്നെ മൂന്നാമത്തെ നിൽക്കുമ്പോഴാണ് കുണ്ടലവും മണ്ഡലവും കവലവും എല്ലാം കൂടെ വരും. അപ്പൊ മൂന്നാമത്തെ കേൾക്കാൻ എന്തോ ഒരു സുഖം. അവിടെ ചെല്ലുന്നവരുടെ അടുത്ത് എല്ലായിടത്തും പറയും, കാപ്പി എല്ലാം കൊടുത്തിട്ട് പറയും, എനിക്ക് ഇവിടെ ഒന്നും ഇല്ല, അതാ കണ്ടില്ലേ ആ പാട് ചുമ്മാ പ്ലെയിൻ ഹാളാണ്. നമ്മൾ നമ്മള് ചെല്ലുമ്പോഴേ നോക്കുമ്പോ ഒന്നുമില്ല, ഇരിക്കാൻ കസേര പോലും ഇല്ല. അവിടെ വേറൊരു സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ വരും. നല്ല രസം. നമ്മള് ചെല്ലുമ്പോഴും അതെ, നമ്മള് ചെല്ലുമ്പോ ഒരു വലിയ സിംഹാസനം പോലത്തെ ഒരു ചെയറുണ്ട്, അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയായിരിക്കും. നമ്മള് ചെല്ലുമ്പോഴത്തേക്കും പെട്ടെന്ന് പുറത്തേക്കും ആ സിംഹാസനം ചെരിഞ്ഞ് പിന്നെ ആ ചെയറിങ്ങോട്ട് തിരിഞ്ഞു വരും. മറ്റേ ദേവസേന, രാജമാതാ ശിവകാമി, അതുപോലെ തന്നെ. എന്തൊരു സുഖം. അത് കഴിഞ്ഞ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ സ്വിച്ചാണ്. ഓ ഓ ഇങ്ങനെ ആകാശ് ലൈറ്റ്, ഇവിടുന്ന ലൈറ്റ്, ഇവിടുന്ന ലൈറ്റ്, ബാക്ക് ലൈറ്റ്, ഇതെല്ലാം എന്നാ വേണം ചൊല്ലുങ്ക. ഓ അങ്ങനെയാ. പിന്നെ അതിനുശേഷം സംസാരിക്കൂ. ഓ നമ്മളടുത്ത് പിന്നെ ലൈഫ് മൊത്തം ആ വീട്ടിൽ കയറി കഴിഞ്ഞാൽ റീ റെക്കോർഡിംഗ് പോലെയാ. കൃഷ്ണ എന്ന് വിളിക്കുമ്പോഴത്തേക്കും മറ്റേ പ്രേമഗാനങ്ങളുടെ ഇതങ്ങ് ഒഴുകി വരും, മ്യൂസിക്. കൃഷ്ണൻ ഒരു ഇതിന് ഒരു ട്രെയില് കാപ്പി ഒക്കെ കേട്ട് നമ്മളെ കാണും. നല്ല രസമുണ്ടല്ലേ ബിന്നി കേക്കാൻ? രസമായിരുന്നു. മക്കളെ രണ്ടുപേരും ആ ഏരിയ ഇത് കേട്ട് നീ മോഹിക്കണ്ട. നീ ഏത് പാട്ടാ പാടുന്നേ? യമുന യദുകുല രതിദേവന വീട്. സിനിമ റെസ്റ്റ് ഹൗസ്. സിനിമ റെസ്റ്റ് ഹൗസ്. പിന്നെ 1969. പാടിയത് പി ജയചന്ദ്രൻ സാർ, ജാനകി അമ്മ. പിന്നെ മ്യൂസിക് MK അർജുനൻ സാർ, ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സാർ. മക്കളെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സാർ.
യദുകുലരതി ദേവനിവിടെ രാധേ യദുകുലരതി ദേവനിവിടെ യദുകുലരതി ദേവനിവിടെ രാധേ യദുകുലരതി ദേവനിവിടെ നീലപ്പീലി തിരുമുടിയെവിടെ നീലപ്പീലി തിരുമുടിയെവിടെ നിറകാൽ തളമേളമെവിടെ യദുകുലരതി ദേവനിവിടെ രാധേ യദുകുലരതി ദേവനിവിടെ നൈസ് നൈസ് മോളെ നൈസ്. ഗൗതൂസ് എന്താ സർ? നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സർ. ശബ്ദം നല്ല പാച്ചെന്ന് പറഞ്ഞോണ്ടിരുന്നു. നല്ല Thank you, sir. കീറി വിളിച്ച് പാടി നന്നായിരുന്നു. സർ. കുറച്ച് സ്ഥലങ്ങള് ആ. ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്. കാരണം പൂവമ്പൻ ഉറങ്ങാത്ത രാത്രിയിൽ അത് രാത്രിയിൽ എങ്ങനെ പാടുന്നേ? പൂവമ്പനുറങ്ങാത്ത രാത്രി 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 അല്ല ഉറങ്ങാത്ത രാത്രി രാത്രി മോളെ വേറെ സംഗതി നമ്മള് എന്നാ പറഞ്ഞേ രാത്രി രാത്രി ഏകദേശം അതെ. അതുപോലെ തന്നെ താരണി താരണി സ്പീഡ് കൂട്ടണം. താരണി 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 മോളെ താരണി എന്ന് ഓടുന്നു. അത് ചെക്ക് ചെയ്യണം കേട്ടോ. ഓരോ ഇടത്തിന്റെയും സംഗതി കൃത്യമായിട്ട് സ്ലോ ആയിട്ട് പഠിച്ചിട്ട് വേണം ഫാസ്റ്റ് ചെയ്യാൻ. ഓക്കെ. അതുപോലെ തന്നെ രാധേ അത് കഴിഞ്ഞു വരുന്നു. പല്ലവിയിലെ യദുകുലരതി ദേവനെവിടെ രാധേ രാധേ അല്ല രാധേ 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 അപ്പോൾ അവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞു പോവുക. അങ്ങനെയാണ് ചരണത്തിലും ഇതുപോലത്തൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ. മോള് പാട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എല്ലാം തൊണ്ടയിൽ വരുന്ന ഒരു കുട്ടിയാകുമ്പം അതിന്റെ ഓരോ ന്യൂക്ക് ആൻഡ് കോർണർ എങ്ങനെയാണ്, അതിന്റെ സംഗതി എങ്ങനെയാണെന്ന് ഡീറ്റെയിലിങ് പഠിച്ചിട്ട് പാടിയാൽ ഇതിനെക്കാട്ടി ഗംഭീരവും. ഇപ്പൊ പാട്ട് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു സർ. ശബ്ദം ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ താങ്ക് യു സർ. ഇങ്ങനെ നിക്കുക, തെറിച്ച് നിക്കുക. താങ്ക് Okay. യു സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. അരേ ഗൗതം ഒരേ മധുവങ്കൾ നന്നായിട്ട് പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു താങ്ക് യു പാടിയത് സർ. കേട്ടോ. നന്നായിരുന്നു പാടിയത്. താങ്ക് യു സർ. ഈ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്കും തോന്നിയത്. കുറച്ചും കൂടി സംഗതികൾ പാടുമ്പോൾ കുറച്ചും കൂടി അതിന്റെ ഫിനിഷിങ് ചിലപ്പോ സ്പീഡ് കൂടി പോണു. അതൊന്ന് ക്ലാരിറ്റിയിൽ പുറത്തേക്ക് വരണം. ബാക്കിയൊക്കെ ശ്രീകുട്ടങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോയിസ് ദൈവം തന്നിട്ടുണ്ട്. താങ്ക് യു അപ്പൊ സർ. എനിക്ക് ഈ സംഗതികളും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി സിംഗർ അല്ലേ. അല്ലെങ്കിൽ നല്ല സിംഗറാണ്. ഒന്നും കൂടി മാറ്റുകൂടും കേട്ടോ. മാറ്റി വരയ്ക്കണം. അതെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഗൗതമിക്കുട്ടി എന്തോ മാം. നല്ല പാട്ട് സെലക്ഷൻ. താങ്ക് യു. സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു റേഞ്ച് ഉള്ളത് കൊണ്ട് അത് അങ്ങനെ എളുപ്പം അത് പാടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കോമ്പറ്റീഷൻ എന്നുള്ളൊരു സ്പിരിറ്റിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് യമുനെ അങ്ങനെ ഹിറ്റ് ചെയ്ത് പാടണ്ടയാ. എനിക്ക് ആദ്യത്തെ ആ ഒരു യമുനെ കുറച്ച് എന്തോ ഒരു പ്രോബ്ലം പോലെ തോന്നി. പിന്നെ എടുത്തത് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നെ മോള് പാടി വന്നപ്പോഴത്തേക്കും നല്ല തെളിഞ്ഞ ഒരു സൗണ്ട്, നല്ല ക്ലിയർ സൗണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് മോളില് ഇനിയുള്ള അടുത്തടുത്ത പാട്ടുകളിലൊക്കെ ഇതുപോലെ റേഞ്ച് ഉള്ളത് എടുക്കുമ്പോഴത്തേക്കും യമുനെ എടുത്തത് ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്തെടുക്കുവോ, ഒരു അതൊക്കെ പ്രാക്ടീസ് ചെയ്തോളൂ. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ മോൾക്ക് തീർച്ചയായിട്ടും പറ്റും. കാരണം നല്ല റേഞ്ച് കിട്ടുന്ന കുട്ടിയാണ്. അപ്പൊ കുറച്ചുകൂടി ഒരു ഫീല് ഉണ്ടാവുമെന്ന് തോന്നി. മെയിൻ ആയിട്ട് എനിക്ക് ഈ പാട്ടിൽ മോൾക്ക് തോന്നിയത് അവിടെ ഇവിടെ കുറച്ച് സംഗതികളുടെ ഒരു
ക്ലാരിറ്റിയാണ് തോന്നിയത്. അർജുനൻ മാസ്റ്ററിന്റെ ആത്മാവിന് വലിയൊരു നമസ്കാരം. എന്തൊരു രസമുള്ളൊരു കാപ്പിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ 2-3 എപ്പിസോഡുകളായിട്ട് കുറേ കാപ്പി കേട്ടു നമ്മള്. അല്ല, ഈ പടത്തില് ആ വേറെ 2 ഉഗ്രം പാട്ടാണ്. ആ പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, ആഹാ പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, ആഹാ എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. ഇതുണ്ട്. ആ പാടാത്ത വീണയും പാടും. പാടാത്ത വീണയും പാടും, പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും. 8 പാട്ടുണ്ട് ഈ പടത്തില്. 8 പാട്ടും സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. പിന്നെ ബിന്നി പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റ്, കാപ്പി. അതിനകത്ത് തന്നെ ദ്വാരകെ. ആ ദ്വാരക. ദ്വാരകേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമനന ലിറിക്സ് അറിയില്ല. സോപാനധാരകൻ. കാപ്പിയൊക്കെ ശരിക്കും പറഞ്ഞ സിനിമ പിന്നെ ഏറ്റവും രാഗമാണ്. നല്ലൊരു പാട്ട്, അതായത് ഇന്ന് വരെ കൃഷ്ണഭക്തി ഗാനങ്ങൾ കേൾക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ചന്ദന ചർച്ചിത നീലകളേബരം എന്റെ മനോഹരമേഘം, കായാമ്പൂവിലും എന്റെ മനസ്സിലും കതിർമഴ പെയ്യുന്ന മേഘം, ഇത് ഗുരുവായൂരിലെ മേഘം. പിന്നെ വേറൊന്ന് ബിന്നിക്ക്, ജഗദോദ്ധാരണ അടിശിതള ശോധ ജഗദോദ്ധാരണ പിന്നെ വേറെ പാട്ടുണ്ട്, ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് അതിൽ ചന്ദന പടിയുള്ള പൊന്നോ ഞാൻ. ഇനി വേറൊരു പാട്ട്, ആ തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ആകാശ പൊന്നാലി നിലകളിലായെത്തി തൊട്ടേ വരാം, തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായു ഞാനിടാം. അതെ. കണ്ണനെ കണി കാണാൻ, കണ്ണന്റെ കണി കാണാൻ കണ്ണടച്ചുറങ്ങേണം നിർമ്മല. ഒരുപാട് പാട്ടുകളാണ്. അതെ അതെ. 5 വിളക്കെടുക്കാം, അല്ലിപ്പൂമാല ചാർത്താം, അമ്പാടി കണ്ണനെ കാണേണം, അമ്പാടി കണ്ണനെ കാണേണം. ഇനി നിങ്ങള് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാപ്പിപ്പാട്ട്. കൂട്ടിൽ നിന്നും നേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു നീഹാരം തൂന്നു, കതിരൊളികൾ പടരുന്നു, ഇരുളകൾ അകലുന്നു, പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു കൊടുത്ത മാനം നോക്കി, കൂട്ടിൽ നിന്നും നീട്ടി വന്ന പൈങ്കിളിയല്ലേ, വെളിച്ചം കോവലിക്കും പൂക്കളിയല്ലേ. എന്തൊരു പാട്ട്, എന്തൊരു അതെ അതെ. അപ്പൊ മോളെ, today we are giving you 98 out of 100. ആദ്യ ഒരു MK അർജുനൻ സർ പുകുറ്റി. അപ്പൊ ഫിനാലേക്ക് വരുവാണ്. ശക്തമായ പ്രാക്ടീസ് തുടരട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.